പിന്നീട് അയാൾ തിരിച്ചു വന്നു. അയാളൊരു പാകിസ്ഥാൻകാരിയാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 3 കുട്ടികളോ മറ്റോ ഉണ്ട്. ചിക്കാഗോയിൽ എന്തോ ഒരു ചെറുകിട ചെറിയ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പഴയ ബാല്യകാല സുഹൃത്താണല്ലോ റാണയുടെ ഇമിഗ്രേഷൻ സർവീസിൽ, അതായത് ട്രാവൽ ഏജൻസി ഇമിഗ്രേഷൻ സർവീസ്, അവിടെ എന്തോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്കാണ് ഈ ഗൂഢാലോചനകൾ, അതായത് ഈ ഡെൻമാർക്കിലെ കാർട്ടൂൺ വരച്ചവരെ അവരെ ആ പത്രം ആക്രമിക്കാനുള്ള പരിപാടിയൊക്കെ തയ്യാറാക്കുന്നത്. അതിന് സന്നദ്ധരായിട്ട് ഈ ലഷ്കർ ഇ ടൊയ്ബ അവരാണ് രംഗത്ത് വരുന്നത്. അവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി. അതിന് ഈ ട്രാവൽ ഏജൻസിയുടെ ഒക്കെ മറവിൽ ഈ ഹെഡ്ലി അവിടെയൊക്കെ പോയി അതിലൊരു സർവെയിലൻസ്, അവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താമെന്നുള്ളൊരു അന്വേഷണം ഒക്കെ മുൻകൂട്ടി നടത്തിയിരുന്നു. അതിനുശേഷം അത് ഈ മുംബൈ ആക്രമണം നടക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും സംഭവം ആ ആക്രമണം നടന്നില്ല. ആ ഗൂഢാലോചന മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ അത് ആക്രമണമൊന്നും നടന്നില്ല. ഡെൻമാർക്കിലൊരു ആക്രമണം നടന്നില്ല. അതിനുശേഷം മുംബൈയിൽ പോയി അവിടെ 5 തവണ പോയി എന്നാണ് പറയുന്നത്. അവിടെ ആക്രമണം നടത്താനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഈ ട്രാവൽ ഏജൻസിയുടെ മറവിലും അതുപോലെ തന്നെ ഈ പേരിൻ്റെ മറവിലും, ഒരു പകുതി അമേരിക്കക്കാരനാണല്ലോ ഹെഡ്ലി, അതിൻ്റെ മറവിലും അവിടെയെല്ലാം പോയി സന്നദ്ധവും എല്ലാം സജ്ജമാക്കി വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വിവരങ്ങളാണ് റാണ മുഖേന ഈ LETക്ക് കൈമാറിയത്. അതുപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗൂഢാലോചനയിലും ഇന്ത്യയിൽ ആക്രമണം നടത്തുന്നതിന് സഹായങ്ങൾ ചെയ്യുന്നതിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ 2009 മറ്റാണ് ഇവർ പിടിയിലാവുന്നത്. ഡാനിഷ് കേസിലാണ് പിടിയിലാവുന്നത്. പിന്നീടാണ് ഇന്ത്യൻ ആക്രമണത്തിൻ്റെ കാര്യങ്ങളും ഇവരിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഇന്ത്യൻ കോടതിയും ഈ ഹെഡ്ലിയെ വീഡിയോ വഴി വിസ്തരിക്കുകയുണ്ടായി. ആ ജയിലിലായിരുന്ന, ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെ. അപ്പോൾ അതിൽ ഇന്ത്യൻ കോടതി ആ മുംബൈ ആക്രമണത്തിൽ നിന്ന് ഹെഡ്ലിയെ ഒഴിവാക്കി. ശരിക്കുള്ള അയാളാണ്, പക്ഷെ അയാളെ ഒഴിവാക്കി. പകരം അയാൾ റാണയ്ക്കെതിരെ മൊഴി കൊടുത്തു. അങ്ങനെ കൂട്ടുകാരനെതിരെ മൊഴി കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു പാർട്ടിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ റാണ നേരിട്ടൊരു കാര്യവും ചെയ്തില്ലെങ്കിലും ജയിലിലായി. ഗൂഢാലോചന കേസിൽ ജയിലിലായി 14 വർഷം ശിക്ഷിക്കപ്പെട്ടു. ഇപ്പം ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴത്തേക്കാണ് ഇന്ത്യ ഗവൺമെൻറ് അയാളെ എക്സ്ട്രാഡേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നതും സുപ്രീം കോടതി വരെ അനുവദിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ തിരിച്ച് അവിടെ ചെന്നു.